എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എയർപോർട്ട് റൂട്ടിൽ മാവിൻചുവട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ലൊക്കേഷനാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്, റെസിഡൻഷ്യൽ ഏരിയയാണ്, ചുറ്റിനും ആളുകൾ താമസമുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് പറവൂർ എയർപോർട്ട് റൂട്ടിലെ മാവിൻചുവട് എന്നാണ് സ്ഥലത്തിന് പേര് പറയുന്നത്. 4.5 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ട് 56 ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോർത്ത് പറവൂരിലേക്ക് 4.5 കിലോമീറ്ററും ആലുവയിലേക്ക് 15 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വളരെ ഈസിയാണ്. വെറും 16 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 18 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ റോഡിലൂടെ പോകുന്നവർക്കൊക്കെ നമ്മുടെ വീടിന്റെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഭംഗിയുള്ള എലിവേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് പെയിന്റ് വരുന്നത്. നിങ്ങൾക്ക് ഒരു വോളിൽ നോക്കിയാലും അതുപോലെ പില്ലറിലൊക്കെ നോക്കിയാലും ഭംഗിയുള്ള ഡിസൈനുകളും ടെക്സ്ചർ വർക്കുകളും ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കടന്നു കൊടുത്തൊരു സിമ്പിൾ ആൻഡ് ഭംഗിയുള്ള എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിന്റിൽ സിമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ കണ്ടു. നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലോറുകൾ നോക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് നിങ്ങൾ കാണുന്നുണ്ട്. അതുകൂടാതെ 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്കിവിടെ നല്ല രീതിയിൽ സ്പേഷ്യസ് ആയ ഏരിയ കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് എൻ്റർ ചെയ്ത് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ഭംഗിയുള്ള പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് നമുക്ക് കിണറിന്റെ ചുറ്റിനുമായിട്ട് കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെയും ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ്. ഏരിയ സ്പേഷ്യസ് ആണ്. ചെടികളൊക്കെ നടാൻ നിങ്ങൾക്ക് നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ഒക്കെ വിരിച്ച വലിയൊരു സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏകദേശം 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാവുന്ന വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്ത് 2 പാളിയിലാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. നമുക്ക് ഇവിടെ എല്ലാം നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പവറിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. സിറ്റ് ഔട്ടിലൊക്കെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ആവശ്യത്തിന് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡോറിന്റെ ഒരു പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. ഒരു വലിയ പാളിയും ഒരു ചെറിയ പാളിയിലുമായിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫ്ലോർ ടൈലുകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വൈറ്റ് കളറിൽ നമുക്കൊരു ബ്ലൂ ആൻഡ് കോപ്പർ കളറൊക്കെ മിക്സ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡിസൈനിലാണ് ടൈല് വരുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും നേരെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 3 വിൻഡോസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടൊരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളാണ് എങ്കിൽ പോലും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഇട്ടിട്ടുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു വലിയ ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ വലിയൊരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് വന്നിട്ട് ഈ ഒരു എൻഡ് പോർഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റും ആണ് വരുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള റൂഫിന്റെ ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുവാണെങ്കിലും നിറയെ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയക്കുള്ള സ്പേസ് ആണ് കാണേണ്ടത്. വാഷ് ബേസിൻ നമുക്കിനി അവിടെ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ബ്ലൂ കളറുള്ള ഭംഗിയുള്ള ടൈലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ബേസ് വരുന്നത്. താഴെയൊക്കെ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാർഡ്രോബ്സ് കാണാം. നല്ലൊരു ഷെയ്ഡിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്.
അതുകൂടാതെ നമുക്ക് ഇവിടെയായിട്ട് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മിറർ കൂടിയാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളത്. വിൻഡോസ് ആ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കിട്ടുന്നുണ്ട്. സാധാരണ വീടുകളിൽ ഇല്ലാത്തതും എന്നാൽ നമുക്ക് അത്യാവശ്യമായതുമായ ഒരു സൗകര്യമാണ്. ഗസ്റ്റോ സെർവന്റിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫിറ്റിംഗ്സ് കൂടിയാണ് നമുക്കിനി ഇവിടെ വരാനായിട്ടുള്ളത്. അതിനടുത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിന് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ട് ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസിലും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. വോള് കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഫുള്ളായിട്ട് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കിച്ചണിൽ അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ കൈ തട്ടി സാധനങ്ങളൊക്കെ താഴെ വീണാലും ഭിത്തിയിലായി കഴിഞ്ഞാൽ അഴുക്കാവില്ല. ടൈലായതുകൊണ്ട് തന്നെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മുകളിലും താഴെയും നല്ല രീതിയിൽ കംപ്ലീറ്റ് ഒരു ഏരിയ ഫുള്ളായിട്ട് കിച്ചൺ ക്യാബിനറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതും നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പർപ്പിൾ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും ടോപ്പിലും നല്ലൊരു ഓപ്പണിംഗ് കിട്ടുന്നത് കൊണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കിന്റെ പൈപ്പ് കണക്ഷൻ ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫ്ലോറിലും സെയിം ടൈല് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്ത് സ്പേസ് ഉണ്ട്. കവർ ചെയ്തെടുത്താൽ നമുക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് ആ ഒരു ലാൻഡിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ് ഏരിയ. നമുക്ക് ഇന്റർണൽ പ്ലാന്റ്സ് ഒക്കെ വെക്കണമെങ്കിൽ നല്ലൊരു സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമുക്കൊരു വലിയ ഹാളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പർ ലിവിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയുള്ള വർക്കുകളും നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടുന്ന് വന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് ടോട്ടലി നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ലൊരു സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ തന്നെ വാർഡ്രോബുകളാണ്. വുഡൻ ഡിസൈൻ വരുന്ന വാർഡ്രോബുകൾ മുകളിൽ നല്ലൊരു രീതിയിൽ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. താഴേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റൂഫില് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ നമുക്ക് ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വരുമ്പോൾ 2 വിൻഡോസ് കാണാം. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത് കൂടാതെ ഈ വാർഡ്രോബിന്റെ സൈഡിലായിട്ട് കൂടി നമുക്കൊരു സിംഗിൾ വിൻഡോ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും മുകളിലത്തെ അപ്പർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകളുടെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. താഴേക്കും നമുക്ക് കബോർഡുകൾ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് ഡ്രസ്സിംഗ് ടേബിളിനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും വലിയ LED ബൾബുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെയും ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്ത് ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൗൺ ആൻഡ് ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു റോഡിന്റെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസ് കൊടുത്തിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് വീടുകളാണ്. നിറയെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എല്ലാ വീടുകളിലും തന്നെ ആളുകൾ താമസമായതാണ്. ബാൽക്കണിയുടെ പോർഷൻ ഇങ്ങനെയും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. L ഷേപ്പിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ബാൽക്കണി സ്പേസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എയർപോർട്ട് റൂട്ടിൽ മാവിൻ ചുവട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നിറയെ വീടുകളാണ്. ചുറ്റിനും സൈഡിലും ഓപ്പോസിറ്റ് ഒക്കെ നോക്കിയാൽ ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്.
ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4.5 സെന്റ് 4.5 ലാൻഡ് അളവ് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കൂടി ഇവിടെ താഴെ കിട്ടുന്നുണ്ട്. കാർ പാർക്കിങ്ങിനും ടൂ വീലേഴ്സ് വെക്കാനും ഒക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. വെള്ളമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 56 ലക്ഷം രൂപയാണ്. 56 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടല്ലോ? എത്രയും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.